ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് 8ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമുണ്ടായിരുന്നോ? അപ്പോൾ നിങ്ങൾക്ക് നാളെ ഇംഗ്ലീഷ് എക്സാം ആണല്ലേ. അപ്പോൾ നാളത്തെ ഇംഗ്ലീഷ് എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പുതിയ സിലബസ് പ്രകാരമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ തന്നെ എക്സാമിനുള്ള മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് വീഡിയോയും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വീഡിയോയും എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിലുണ്ട്. ക്ലാസ് 8 ക്രിസ്മസ് എക്സാം 2025 ന്യൂ സിലബസ് എന്നാണ് നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ പേര്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ 8ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷിൻ്റെ ക്രിസ്മസ് എക്സാം 2025-26 അല്ലെങ്കിൽ സെക്കൻഡ് ടൈം എക്സാം 2025-26 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. 50 minutes ഈസ് ഗിവൺ ആസ് കൂൾ ഓഫ് ടൈം. 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ആണ്. യൂസ് ദിസ് ടൈം ഫോർ റീഡിങ് ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ക്വസ്റ്റ്യൻസ് നന്നായി വായിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും കൂട്ടുകാർ നന്നായി വായിച്ച് നോക്കുക. നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്ന ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് എന്ന് നോക്കി വെക്കുക. യു ആർ നോട്ട് സപ്പോസ്ഡ് ടു റൈറ്റ് എനിത്തിങ് ഡ്യൂറിങ് ദ കൂൾ ഓഫ് ടൈം. കൂൾ ഓഫ് ടൈമിൻ്റെ സമയത്ത് നിങ്ങൾക്കൊന്നും തന്നെ എഴുതാൻ പറ്റില്ല. അറ്റംപ്റ്റ് ദ ക്വസ്റ്റ്യൻസ് അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ്. താഴെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. സെക്ഷൻ എ, റീഡിംഗ് കോംപ്രഹെൻഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ക്വസ്റ്റ്യൻ 1 to 3 എന്ന് പറയുന്നത് റീഡ് ദ എക്സെപ്റ്റ് ഫ്രം ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. നമുക്ക് ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ് എന്ന് പറയുന്നതിൽ നിന്നുള്ള ഒരു എക്സെപ്റ്റ് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. ഐ സ്ലെപ്റ്റ് ഇൻ ദ ലോങ് റൂം അറ്റ് ദ ഫ്രണ്ട് ഓഫ് അവർ ഹൗസ്. ദ ഓൺലി ഫർണിച്ചർ വാസ് എ ബെഡ് ആൻഡ് എ ക്യാബിനറ്റ് വിച്ച് ഐ ഹാഡ് ബോട്ട്. I had won some money as an award for campaigning for peace in our valley and the right for girls to go to school. On some shelves were all the gold-colored plastic cups and trophies I had won for coming first in my class. The school was not far from my home and I used to walk, but since the start of last year I had been going with other girls in a rickshaw and coming home by bus. I had started talking the bus because my mother was scared by the thought of me walking on my own. We had been getting treats all year. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വീതം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാല്യുബിൾ തിങ്സ് ഡിഡ് മലാല കീപ്പ് ഓൺ ദ ഷെൽഫ്സ് ഇൻ ഹർ റൂം. അപ്പോൾ മലാല അവളുടെ റൂമിൽ എന്തൊക്കെ തിങ്സ് ആയിരുന്നു, എന്തൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള തിങ്സ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആൻസർ ഈസ് ഗോൾഡ് കളർഡ് പ്ലാസ്റ്റിക് കപ്സ് ആൻഡ് ട്രോഫീസ് ഷീ ഹാഡ് വോൺ ഫോർ കമ്മിങ് ഫസ്റ്റ് ഇൻ ഹർ ക്ലാസ്. അപ്പോൾ അവളുടെ ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയതിൻ്റെ ട്രോഫീസും പ്ലാസ്റ്റിക് കപ്സ്, അതായത് ഗോൾഡൻ കളറിലുള്ള പ്ലാസ്റ്റിക് കപ്സും എല്ലാമാണ് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് മലാല സ്റ്റാർട്ട് ടേക്കിംഗ് ദ ബസ് ടു സ്കൂൾ. സ്കൂളിലേക്ക് പോകാൻ അവൾ ബസ് എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത് എന്നാണ് ചോദിക്കുന്നത്. അതിൽ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ ഓപ്ഷൻ, ബിക്കോസ് ഹർ സ്കൂൾ വാസ് വെരി ഫാർ അവേ. ബി ഓപ്ഷൻ, ടു ട്രാവൽ വിത്ത് ഹർ ഫ്രണ്ട്സ് ഇൻ എ റിക്ഷ. സി ഓപ്ഷൻ, ബിക്കോസ് ഹർ മദർ വാസ് വെറീഡ് അബൌട്ട് ദ treats they have received. ഡി ഓപ്ഷൻ, ബിക്കോസ് ഷീ ഹാഡ് വോൺ മണി ടു പേ ഫോർ ദ ബസ് ഫെയർ. അപ്പോൾ ഏതാണ് കൂട്ടുകാരെ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ബിക്കോസ് ഹർ മദർ വാസ് വെറീഡ് അബൌട്ട് ദ ട്രീറ്റ്സ് ദേ ഹാഡ് റിസീവ്ഡ്, അതാണ് ശരിയായിട്ടുള്ള ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ ഫ്രേസ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് എ പ്രൈസ് ഓർ സം ഓഫ് മണി ഗിവൻ ടു റെക്കോഗ്നൈസ് ആൻ അച്ചീവ്മെൻറ്റ്. ഒരു അച്ചീവ്മെൻറ്റിന് റെക്കോഗ്നൈസ് ചെയ്യാൻ കൊടുക്കുന്ന പ്രൈസോ അല്ലെങ്കിൽ കുറച്ച് പൈസയോ എന്നുള്ളതിൻ്റെ മീനിങ് വരുന്ന ഒരു വേർഡ് നമ്മളോട് ഈ ഒരു പാസേജിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഏതാണ് കൂട്ടുകാരെ? ആൻസർ ഈസ് ആൻ അവാർഡ്. അവാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ചീവ് ചെയ്തതിനെ റെക്കോഗ്നൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4 to 6, റീഡ് ദ എക്സെപ്റ്റ് ഫ്രം ടോക്കിംഗ് ഓഫ് സയൻസ് ഇൻ്റർവ്യൂ വിത്ത് ഡോക്ടർ അജിത് പരമേശ്വരൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പോൾ എന്താണ്? ഒരു ഇൻ്റർവ്യൂ, ഡോക്ടർ അജിത് പരമേശ്വരൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് ടോക്കിംഗ് ഓഫ് സയൻസ് എന്ന് പറയുന്നത്. അതിൽ നിന്നുള്ള ഒരു എക്സെപ്റ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് വായിച്ചിട്ട് താഴെ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു
എക്സെപ്റ്റ് വായിക്കാം. വെൻ ഐ വാസ് എ ചൈൽഡ് എ ഫാസിനേറ്റിംഗ് ബുക്ക് ഇൻ നെയിം എന്തുകൊണ്ട് 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 വിച്ച് മേ ബി ലൂസ്ലി ട്രാൻസ്ലേറ്റഡ് ആസ് വൈ ഈസ് ഇറ്റ് സോ വാസ് പബ്ലിഷ്ഡ് ബൈ ദ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അവർ ലോക്കൽ ലൈബ്രറി ഹാഡ് എ കോപ്പി. The book explained many interesting phenomena of the natural world to the curious reader. Even now, books remain a source of reliable information, unlike most of the information we get online. But Ajit, even now, despite all the information available, are there important questions that remain unanswered? Ajit, undoubtedly, we still don't have very good answers to many important questions that concern us. For example, what are the real reasons for the increasing human-animal conflicts in Kerala? Why do we now have so many more extreme weather events such as flash floods and landslides? അപ്പോൾ ഇതാണ് എക്സെപ്റ്റ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഹെൽപ്പ് ഡോക്ടർ അജിത് പരമേശ്വരൻ അണ്ടർസ്റ്റാൻഡ് ദ നാച്ചുറൽ വേൾഡ് വെൻ ഹി വാസ് എ ചൈൽഡ്? ഡോക്ടർ അജിത് പരമേശ്വരൻ കുട്ടിയായിരുന്ന സമയത്ത് എന്തായിരുന്നു അവനെ ഹെൽപ്പ് ചെയ്തത് ഈ നേച്ചർ വേൾഡിനെ കുറിച്ചെല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്? അപ്പോൾ ആൻസർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആൻസർ ഈസ് എ ഫാസിനേറ്റിംഗ് മലയാളം ബുക്ക് ടൈറ്റിൽഡ് എന്തുകൊണ്ട് 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 പബ്ലിഷ് ബൈ ദ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അപ്പോൾ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു മലയാളം ഫാസിനേറ്റിംഗ് ബുക്കായിട്ടുള്ള എന്തുകൊണ്ട് 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 എന്നുള്ളതാണ് അവനെ ഈ ഒരു നാച്ചുറൽ വേൾഡൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് അക്കോർഡിംഗ് ടു അജിത് ഈസ് എ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഫോർമേഷൻ ഫ്രം ബുക്സ് ആൻഡ് ഇൻഫോർമേഷൻ ഫ്രം ദ ഇൻ്റർനെറ്റ്? അപ്പോൾ ഇൻ്റർനെറ്റിൽ നിന്നുള്ള ഇൻഫോർമേഷൻസും ബുക്സിൽ നിന്നുള്ള ഇൻഫോർമേഷൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഇവിടെ അജിത്തിൻ്റെ കാഴ്ചപ്പാടിൽ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആൻസർ ഈസ് ബുക്സ് റിമൈൻ എ സോഴ്സ് ഓഫ് റിലയബിൾ ഇൻഫോർമേഷൻ അൺലൈക്ക് മോസ്റ്റ് ഓഫ് ദ ഇൻഫോർമേഷൻ വി ഗെറ്റ് ഓൺലൈൻ. Sixth question, which of the following does Dr. Ajit mention as an unsolved question concerning Kerala? കേരളയിലുള്ള ഒരു അൺസോൾവ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യന് ഇവിടെ ഡോക്ടർ അജിത് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇതിൽ നിന്ന് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ ഓപ്ഷൻ, വൈ ചിൽഡ്രൻ ഡസൻറ്റ് ആസ്ക് ക്വസ്റ്റ്യൻസ്. ബി ഓപ്ഷൻ, വൈ ദർ ആർ ഫ്രീക്വൻറ്റ് ഔട്ട്ബ്രേക്സ് ഓഫ് വൈറൽ ഡിസീസസ്. സി ഓപ്ഷൻ, വൈ സ്കൂൾ ബാഗ്സ് ആർ ഹെവി. ഡി ഓപ്ഷൻ, വൈ സയൻറ്റിസ്റ്റ് ലോഫ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഏതാണ് കൂട്ടുകാരെ ശരിയായിട്ടുള്ളത്? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള 4 ഓപ്ഷൻസും എക്സാക്ട്ലി കറക്റ്റ് ഓപ്ഷൻ അല്ല. ശരിക്കുള്ള കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട്സ് ഇൻ കേരള എന്നുള്ളതാണ് കേട്ടോ. Question number 7. Read the lines from the astronomer and write a brief paragraph summarizing the ideas contained in the lines using the hints given below. അപ്പോൾ നമ്മളോട് പറയുന്നത് ഇത് ആസ്ട്രോണമർ എന്ന് പറയുന്ന ഈ ഒരു ലൈൻസ് വായിച്ചു നോക്കാനും അതിനെ പറ്റിയിട്ടുള്ളൊരു ബ്രീഫ് പാരഗ്രാഫ് എഴുതാനുമാണ് പറയുന്നത്. നമുക്ക് താഴെ ഹിൻസ് നൽകിയിട്ടുണ്ട്. ആ ഹിൻസ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻസ് നോക്കാം. ഐ ഓൺലി സൈഡ് വെൻ ഇൻ ദ ഈവനിങ് ദ റൗണ്ട് ഫുൾ മൂൺ ഗെറ്റ്സ് entangled among the branches of that dadam tree. Couldn't somebody catch it? But Dada laughed at me and said, baby, you are the silliest child I have ever known. The moon is ever so far from us. How could anybody catch it? അപ്പോൾ ഹിൻസ് എന്താണ് തന്നിട്ടുള്ളത്? ചൈൽഡ്സിൻ്റെ പെർസ്പെക്റ്റീവ് തന്നിട്ടുണ്ട്. മൂൺ ഈസ് വിത്തിൻ റീച്ച്. എ ടോയ് ഡഡാസ് പെർസ്പെക്റ്റീവ് ആണ്. മൂൺ ഈസ് ഫാർ എവേ. വാസ്റ്റ് സൈസ് ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് ഫാക്ട്. കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഇന്നസെൻസ് ആൻഡ് നോളജ്. അപ്പോൾ ഈ ഒരു ഹിൻസൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലൈൻസ് സമ്മറൈസ് ചെയ്തിട്ട് ഒരു പാരഗ്രാഫ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു പാരഗ്രാഫ് നോക്കാം. Answer is, the lines present a beautiful contrast between a child's innocence, imagination and an adult scientific knowledge. അപ്പോൾ ഈ ഒരു ലൈൻസ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത് ഒരു കുട്ടിയുടെ ഒരു ചൈൽഡിൻ്റെ ഇന്നസെൻറ്റ് ഇമാജിനേഷനും അതുപോലെ ഒരു അഡൾട്ടിൻ്റെ സയൻറ്റിഫിക് നോളേജും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ആണ്. ടു ദ ലിറ്റിൽ ഗേൾ the round full moon appears so close that it gets entangled among the branches of the dadam tree. അപ്പോൾ ആ ഒരു ഡഡം ട്രീയുടെ ബ്രാഞ്ചസിൽ എൻടാക്കിൾ ചെയ്ത് കിടക്കുന്ന നമ്മളോട് അടുത്ത് അത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഫുൾ മൂൺ, ആ ഒരു റൗണ്ട് ആയിട്ടുള്ള ഫുൾ മൂണാണ് അത് എന്നാണ് ആ ഒരു കുട്ടിയുടെ ആ ഒരു ലിറ്റിൽ ഗേളിന് തോന്നുന്നത്. ലൈക്കിങ് എ ഷൈനിങ് ടോയ് ദാറ്റ് എനിവൺ കുഡ് ക്യാച്ച്. അപ്പോൾ ആർക്കും പിടിക്കാൻ പറ്റുന്ന ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു ടോയ് ആയിട്ടാണ് ആ ഒരു
കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ മൂണിനെ കാണുന്നത്. ഡാഡ ലോവ്സ് ആൻഡ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ദ മൂൺ ഈസ് ആക്ച്വലി വെരി ഫാർ അവേ. അപ്പോൾ ഡാഡ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എന്നിട്ട് ആ കുട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് മൂൺ എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. റിവീലിംഗ് ദ സയൻറ്റിഫിക് ട്രൂത്ത്. അപ്പോൾ ആ ഒരു ഡാഡ അതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ട്രൂത്ത് ആ കുട്ടിയോട് റിവീൽ ചെയ്ത് കൊടുക്കുകയാണ്. ദിസ് ഹൈലൈറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് മാജിക് ആൻഡ് വണ്ടർ ആൻഡ് അഡൾട്ട് ലോജിക് ആൻഡ് നോളജ്. അപ്പോൾ എന്താണ് ഇത് നമുക്ക് കാണിച്ചു തരുന്നത് ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന മാജിക്കും ആ ഒരു വണ്ടറും ഒക്കെയുള്ള കാലത്തിൻ്റെയും അതുപോലെ അഡൾട്ടിൻ്റെ ലോജിക് ആൻഡ് നോളജിൻ്റെ കാലത്തിൻ്റെയും ഒരു ഡിഫറൻസ് ആണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് സെക്ഷൻ ബി ആണ്. അതിലത്തെ 8 to 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പോൾ താഴെ നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പാസേജ് വായിക്കാം. The term astrophysicist refers to a scientist who applies the laws of physics to understand the universe. Unlike a general astronomer who observes and catalogs celestial bodies, an astrophysicist develops deeper studying the physical properties of celestial bodies like the sun, stars, planets and the cosmos, including their composition, density, temperature and motion. This field requires a strong foundation in both astronomy and theoretical physics. Dr. Ajit Parameswaran, an Indian astrophysicist, is one such scientist dedicated to creating this specialized knowledge. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പാസേജ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. 8th question, what is the primary difference between an astronomer and an astrophysicist? അപ്പോൾ ഒരു ആസ്ട്രോഫിസിസിസ്റ്റും ആസ്ട്രോണമറും തമ്മിലുള്ള പ്രൈമറി ഡിഫറൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഞാൻ താഴെ തന്നെ കൊടുക്കുന്നുണ്ട്. എ ജനറൽ ആസ്ട്രോണമർ ഒബ്സർവ്സ് ആൻഡ് കാറ്റലോഗ്സ് celestial bodies, whereas an astrophysicist studies their physical properties, compositions, density, temperature, motion, etc. using laws of physics. അപ്പോൾ എന്താണ് ഒരു ജനറൽ ആസ്ട്രോണമർ സെലഷ്യൽ ബോഡീസിനെ ഒബ്സർവും അതുപോലെ കാറ്റലോഗും ചെയ്യുകയാണെങ്കിൽ ആസ്ട്രോഫിസിസിസ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ പഠിക്കുന്നുണ്ട്. അതായത് കമ്പോസിഷൻ, ഡെൻസിറ്റി, ടെമ്പറേച്ചർ, മോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിസിക്സിൻ്റെ ലോ യൂസ് ചെയ്തിട്ട് ഒരു ആസ്ട്രോഫിസിസിസ്റ്റ് പഠിക്കുന്നുണ്ട്. അതാണ് ഒരു ആസ്ട്രോഫിസിസിസ്റ്റും ആസ്ട്രോണമറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അതിലെ 9th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ. താഴെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻ ആസ്ട്രോഫിസിസിസ്റ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ, അതിൽ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ ഓപ്ഷൻ ഒബ്സർവേഷൻ ആൻഡ് കാറ്റലോഗിങ് ഓഫ് സ്റ്റാർസ്, ബി കമ്പോസിഷൻ, ടെമ്പറേച്ചർ ആൻഡ് ഡെൻസിറ്റി ഓഫ് സെലഷ്യൽ ഒബ്ജക്ട്സ്, സി ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ടെലസ്കോപ്സ്, ഡി ഹിസ്റ്ററി ഓഫ് ആസ്ട്രോണമി. ഇതിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ കൂട്ടുകാരെ? നമുക്കറിയാമല്ലേ, ഓപ്ഷൻ ബി ആണ് കമ്പോസിഷൻ, ടെമ്പറേച്ചർ ആൻഡ് ഡെൻസിറ്റി ഓഫ് സെലഷ്യൽ ഒബ്ജക്ട്സ്. ഇതാണ് 9th ക്വസ്റ്റ്യനിൽ ആൻസർ വരുന്നത്. 10th ക്വസ്റ്റ്യൻ, ഫ്രെയിം ആൻഡ് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ സെൻറ്റൻസ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് നമ്മളോട് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് സെൻറ്റൻസ് എന്ന് നോക്കാം. ഡോക്ടർ അജിത് പരമേശ്വരൻ ഈസ് ആൻ ആസ്ട്രോഫിസിസിസ്റ്റ്. അവിടെ എന്താണ് വരിക? അവിടെ ലാസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ടാഗാണ് നമ്മൾ എഴുതേണ്ടത്. അവിടെ ആൻസർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഡോക്ടർ അജിത് പരമേശ്വരൻ ഈസ് ആൻ ആസ്ട്രോഫിസിസിസ്റ്റ്. ഈസിൻറ്റ് ഇറ്റ് ഹി എന്നാണ് കേട്ടോ വരിക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ടാഗ്സ് കൂട്ടുകാർ പഠിച്ചു വെക്കണം. അപ്രോപ്രിയേറ്റ് ആയിട്ട് ഓരോ സെൻറ്റൻസിനും എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ടാഗ്സ് ആണ് വരിക എന്ന് കൂട്ടുകാർ അറിഞ്ഞിരിക്കണം കേട്ടോ. നെക്സ്റ്റ് സെക്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻസ് 11 to 13 ആൻസർ എയ്തർ എ ഓർ ബി. അപ്പോൾ 11th ക്വസ്റ്റ്യനും 12th ക്വസ്റ്റ്യനും 13th ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. ഒന്നെങ്കിൽ എ എഴുതുക അല്ലെങ്കിൽ ബി എഴുതുക കേട്ടോ. കൂട്ടുകാർക്ക് നന്നായിട്ട് അറിയാവുന്നത് ഏതാണോ അത് എഴുതിയാൽ മതി. കൂട്ടുകാർക്കുള്ള ഓർ ക്വസ്റ്റ്യൻ ആണ് എ അല്ലെങ്കിൽ ബി എന്നുള്ളത്. 11th ക്വസ്റ്റ്യനിലെ എ നമുക്ക് നോക്കാം. As a newspaper reporter, you were present to witness the chaos when the narrator of engine trouble attempted to move the road engine. അപ്പോൾ എന്താണ് റോഡ് എൻജിൻ മൂവ് ചെയ്യിക്കാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. എൻജിൻ ട്രബിളിലെ നറേറ്ററിനെയാണ് നമുക്ക് വിറ്റ്നസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ ആണെന്ന് വിചാരിക്കുക. ദ ഇൻസിഡൻറ്റ് ഇൻവോൾവ്ഡ് ആൻ എലിഫൻറ്റ് കൂളീസ് എ ഡ്രങ്കൺ ഡ്രൈവർ ആൻഡ് എൻഡഡ് വിത്ത് ദ ഡിസ്ട്രക്ഷൻ ഓഫ് എ കോമ്പൗണ്ട് വാൾ ആൻഡ് പോലീസ് അറസ്റ്റ്. അപ്പോൾ എന്താണ് ഒരു എലിഫൻറ്റും കൂളീസും
ഡ്രങ്കൻ ഡ്രൈവറും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഇൻസിഡൻ്റ് ഇല്ലേ, അതുപോലെ തന്നെ അത് എൻഡ് ചെയ്തത് ഡിസ്ട്രാക്ഷൻ ഓഫ് എ കോമ്പൗണ്ട് വാളാണ് ആൻഡ് പോലീസ് അറസ്റ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഡ്രാഫ്റ്റ് എ ന്യൂസ് ആർട്ടിക്കിൾ റിപ്പോർട്ടിംഗ് ദ ചവോട്ടിക് ഇവൻറ്റ്സ്. ആ ഒരു അരാജകമായിട്ടുള്ള ആ ഒരു ഇവന്റ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ന്യൂസ് ആർട്ടിക്കിൾ ആണ് നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇൻക്ലൂഡ് എ ക്യാച്ചി ഹെഡ്ലൈൻ ആൻഡ് എ ബ്രീഫ് ലീഡ് പാരഗ്രാഫ്. അപ്പോൾ നമ്മളോട് ഒരു ക്യാച്ചി ആയിട്ടുള്ള ഹെഡ്ലൈനും കൊടുക്കാൻ പറയുന്നുണ്ട്, അതുപോലെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ലീഡ് പാരഗ്രാഫാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ന്യൂസ് ആർട്ടിക്കിൾ എന്ന് എഴുതുക, എന്നിട്ട് എൻജിൻ ട്രബിൾ എന്ന് എഴുതുക, എന്നിട്ട് കൂട്ടുകാർ എഴുതേണ്ടത് ഹെഡ്ലൈൻ ആണ്. ഹെഡ്ലൈൻ എന്താണ്? എലിഫൻ്റ് ഓൺ റാംപേജ് എന്നാണ് ഞാൻ ഹെഡിങ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൂട്ടുകാർക്ക് അതിനോടനുബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഹെഡിങ് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ആർട്ടിക്കിൾ നോക്കാം. റോഡ് എൻജിൻ ഡിസ്ട്രോയ്സ് വാൾ, ഡ്രൈവർ അറസ്റ്റഡ് മിൻഗോറ 10 ഒക്ടോബർ. അപ്പോൾ എന്താണ്, നമ്മൾ ചെറിയൊരു സബ് ഹെഡിങ് ആയിട്ട് കൊടുക്കണം. റോഡ് എൻജിൻ ഡിസ്ട്രോയ്സ് വാൾ എന്നും ഡ്രൈവർ അറസ്റ്റഡ് മിൻഗോറ എന്ന് പറയുന്ന സ്ഥലത്താണ് 10th ഒക്ടോബർ എന്ന് നമ്മൾ ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടായ ആ ഒരു സ്ഥലവും ഡേറ്റും നമ്മൾ കൊടുക്കണം. Total chaos erupted on the main road yesterday when a prize-winning road engine being dragged by an elephant and 50 coolies under a drunken temple priest turned driver went out of control. The huge engine crashed through a compound wall. Before coming to a halt, the terrified crowd scattered in all directions. Police rushed to the spot and arrested the intoxicated driver. Fortunately, no one was seriously injured. അപ്പോൾ ഇതാണ് ന്യൂസ് ആർട്ടിക്കിൾ. അപ്പോൾ ന്യൂസ് ആർട്ടിക്കിൾ എഴുതുമ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ന്യൂസ് ആർട്ടിക്കിൾ എന്നും എന്താണോ സംഭവം അതിൻ്റെ ചെറിയൊരു ഹെഡിങ്ങും കൊടുക്കുക. എന്നിട്ട് ഹെഡ്ലൈൻ എന്ന് എഴുതിയിട്ട് കൂട്ടുകാർക്ക് ആ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ നിന്ന് തോന്നുന്ന, അതായത് ആ ന്യൂസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും നല്ലൊരു ഹെഡിങ് കൊടുക്കുക. ആൻഡ് ഡേറ്റും നടന്ന സ്ഥലവും കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെയാണ് ന്യൂസ് ആർട്ടിക്കിൾ എഴുതേണ്ടത്. എല്ലാ കൂട്ടുകാരും ന്യൂസ് ആർട്ടിക്കിളിൻ്റെ ഫോർമാറ്റ് പഠിച്ചിരിക്കണം. എന്നിട്ട് ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ചെറിയൊരു ബ്രീഫായിട്ടുള്ള പാരാഗ്രാഫ് കൂട്ടുകാരുടെ വേർഡ്സിൽ കൂട്ടുകാർ എഴുതിയാൽ മതിയേ. അതിലെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മലാല ബിലീവ്സ് 1 child 1 teacher 1 book and 1 pen can change the world. മലാല വിശ്വസിക്കുന്നത് ഒരു കുട്ടിക്കും ഒരു ടീച്ചർക്കും ഒരു ബുക്കിനും അതുപോലെ തന്നെ ഒരു പെന്നിനും ഈ ഒരു വേൾഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നാണ് മലാല വിശ്വസിക്കുന്നത്. റൈറ്റ് എ പാരഗ്രാഫ് ആർഗ്യൂയിങ് വൈ എഡ്യൂക്കേഷൻ ഈസ് എ യൂണിവേഴ്സൽ റൈറ്റ് ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ലെഡ് ടു ഗ്ലോബൽ പീസ് ആൻഡ് പ്രോഗ്രസ്. അപ്പോൾ നമ്മളോട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സൽ റൈറ്റും അതുപോലെ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഗ്ലോബൽ പീസിനെയും പ്രോഗ്രസിനെയും നയിക്കുന്നത് എന്നും ആർഗ്യൂ ചെയ്തുകൊണ്ടുള്ള ഒരു പാരഗ്രാഫാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ പാരഗ്രാഫ് എഴുതുമ്പോൾ ഹെഡിങ് കൊടുക്കണം. എഡ്യൂക്കേഷൻ ആസ് യൂണിവേഴ്സൽ റൈറ്റ് എന്നാണ് ഞാനിവിടെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം പാരഗ്രാഫ് എന്താണെന്നുള്ളത്. മലാല യൂസഫ്സായ് ഫേംലി ബിലീവ്സ് ദാറ്റ് 1 child 1 teacher 1 book and 1 pen can change the world. അപ്പോൾ എന്താണ്, മലാല യൂസഫ്സായ് ഫേംലി ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു കുട്ടി അതുപോലെ ഒരു ടീച്ചർ ഒരു ബുക്ക് അതുപോലെ തന്നെ ഒരു പെന്ന്, ഇതിനെല്ലാം നമ്മൾ വേൾഡ് ചേഞ്ച് ചെയ്യാൻ കഴിയും എന്നുള്ളത്. എഡ്യൂക്കേഷൻ ഈസ് എ യൂണിവേഴ്സൽ റൈറ്റ് ബിക്കോസ് ഇറ്റ് റിമൂവ്സ് ഇഗ്നോറൻസ്, എംപവേഴ്സ് എവറി ഇൻഡിവിജ്വൽ ആൻഡ് ബ്രേക്സ് ദ സൈക്കിൾ ഓഫ് വയലൻസ് ആൻഡ് പോവർട്ടി. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള റൈറ്റ് ആണ്. അത് കാരണം എന്താണ്, അത് ഇഗ്നോറൻസിനെ റിമൂവ് ചെയ്യുകയും അതുപോലെ ഓരോ ഇൻഡിവിജ്വലിനെയും എംപവർ ചെയ്യുകയും അതുപോലെ തന്നെ വയലൻസിൻ്റെയും പോവർട്ടിയുടെയും ആ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വെൻ ഗേൾസ് ആർ എഡ്യൂക്കേറ്റഡ് ദേ ക്യാൻ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ഓപ്രഷൻ, കോൺട്രിബ്യൂട്ട് ടു സൊസൈറ്റി ആൻഡ് ചൂസ് പീസ് ഓവർ കോൺഫ്ലിക്റ്റ്. അപ്പോൾ എന്താണ്, ഗേൾസിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ഒപ്രഷൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയും അതുപോലെ തന്നെ സൊസൈറ്റിയിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റിൻ്റെ ഓവറായിട്ട് പീസ് അവർ ചൂസ് ചെയ്യുകയും ചെയ്യും. അതായത് സമാധാനം അവർ ചൂസ് ചെയ്യും. എഡ്യൂക്കേഷൻ ക്രിയേറ്റ്സ് ഗ്ലോബൽ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് ദാറ്റ് വാല്യൂ ഇക്വാലിറ്റി ആൻഡ് പ്രോഗ്രസ്. അപ്പോൾ എന്താണ്, എഡ്യൂക്കേഷൻ ഗ്ലോബൽ ഹാർട്ടിനെ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ പ്രോഗ്രസ്സും ഇക്വാലിറ്റിയെയും വാല്യൂ ചെയ്യുന്ന ഒരു മൈൻഡും കൂടെ നമുക്ക് എഡ്യൂക്കേഷൻ ക്രിയേറ്റ് ചെയ്തു തരും. Therefore, denying any child education is denying the world a brighter future. അപ്പോൾ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ ഡിനൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു ഭൂമിയിലെ തന്നെ നാളത്തെ ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിനെ ഡിനൈങ് ചെയ്യുക എന്നതാണ് അർത്ഥം. അപ്പോൾ ഇതാണ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ, അതിലെ എ ക്വസ്റ്റ്യൻ നോക്കാം. മലാലാസ് കോൺവെർസേഷൻ വിത്ത് മോനിബ ഇൻ ദ ബസ് അബ്രപ്റ്റ്ലി എൻഡഡ് വിത്ത് ആൻ ഗൺമാൻ സ്റ്റെപ്പ്ഡ് ഇൻ. Prepare the likely conversation between Malala and Moniba inside the bus just before the shooting, focusing on their school life, friends and their future dreams. അപ്പോൾ എന്താണ്, മലാലയും മോണിബയും ബസ്സിൽ കണ്ടുമുട്ടുകയാണ്. ഒരു ഗൺമാന് ആ ഒരു ബസ്സിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള, അതായത് മലാലയും മോനിബയും ബസ്സിൻ്റെ ഉള്ളിൽ വെച്ചുള്ള, അതായത് ഷൂട്ടിങ്ങിൻ്റെ മുന്നേ മലാലയും മോനിബയും ബസ്സിൻ്റെ ഉള്ളിൽ വെച്ചുള്ള ഒരു കോൺവെർസേഷൻ നമ്മളോട് എഴുതാൻ പറയുന്നുണ്ട്. എന്തിനെയൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? അവരുടെ സ്കൂൾ ലൈഫ്, ഫ്രണ്ട്സ് ആൻഡ് ദയർ ഫ്യൂച്ചർ ഡ്രീംസിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്ന ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ആൻസർ ഈസ്, മോനിബ ചോദിക്കുകയാണ്, മലാല ഡിഡ് യു ഫിനിഷ് ദ കെമിസ്ട്രി ഇക്വേഷൻസ്? നീ ഈ ഒരു കെമിസ്ട്രി ഇക്വേഷൻസ് ഫിനിഷ് ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട് മലാലയോട് മോനിബ. മലാല പറയുന്നുണ്ട്, യെസ് ഫൈനലി. വാട്ട് അബൌട്ട് യുവർ ഇംഗ്ലീഷ് സ്റ്റോറി വിത്ത് ദ മോറൽ? ഞാൻ എൻ്റെ ഫൈനലി കംപ്ലീറ്റ് ചെയ്തു. നീ നിൻ്റെ ഇംഗ്ലീഷ് സ്റ്റോറി, അതായത് മോറലുള്ള ഒരു ഇംഗ്ലീഷ് സ്റ്റോറി എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. മോനിബ പറയാണ്, സ്റ്റിൽ വെയിറ്റിംഗ്. ഐ ടോൾഡ് മൈ പാരൻസ് ഐ വാണ്ട് ടു ബി എ ഡോക്ടർ നോട്ട് എ ഫാഷൻ ഡിസൈനർ. ഞാൻ സ്റ്റിൽ എഴുതിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഞാൻ എൻ്റെ പാരൻസിനോട് പറഞ്ഞു എനിക്കൊരു ഫാഷൻ ഡിസൈനറാണ് ആവേണ്ടത്, ഡോക്ടർ അല്ല എന്നുള്ളത്. അപ്പോൾ മലാല പറയാണ്, ദേ വിൽ നെവർ എഗ്രി ടു ഫാഷൻ ഡിസൈനിങ്. പിന്നെ അവർ ഒരിക്കലും ഫാഷൻ ഡിസൈനിങ്ങിന് എഗ്രി ചെയ്യില്ല എന്നാണ് പറയുന്നത്. മോനിബ പറയാണ്, എക്സാക്ട്ലി. ആൻഡ് യു സ്റ്റിൽ ഡ്രീമിങ് ഓഫ് ബിക്കമിങ് എ പൊളിറ്റീഷ്യൻ? എക്സാക്ട്ലി, ശരിയാണ്. ആൻഡ് നിൻ്റെ എന്തായി? നീ ഇപ്പോഴും ഒരു പൊളിറ്റീഷ്യൻ ആവാനായിട്ട് സ്വപ്നം കാണുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. മലാല പറയാണ്, യെസ്, സംവൺ ഹാസ് ടു ഫൈറ്റ് ഫോർ ഗേൾസ് ടു ഗോ ടു സ്കൂൾ. മേ ബി വൺ ഡേ ഐ വിൽ ഈവൻ ബിക്കം പ്രൈം മിനിസ്റ്റർ. അതെ, ആരെങ്കിലുമൊക്കെ വേണ്ടേ ഗേൾസിനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നതിന് ഫൈറ്റ് ചെയ്യാൻ എന്ന് പറയുന്നുണ്ട്. മേ ബി ഒരു ദിവസം ഞാൻ പ്രൈം മിനിസ്റ്ററൊക്കെ ആയാലോ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ മോനിബ പറയാണ്, ഇൻഷാ അല്ലാ, ഫസ്റ്റ് ലെറ്റ്സ് പാസ് ദീസ് എക്സാംസ്. അപ്പോൾ ഇൻഷാ അല്ലാ എന്ന് പറയുന്നുണ്ട്, ആദ്യം നീ നിൻ്റെ എക്സാംസ് എല്ലാം പാസ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് മോനിബയും മലാലയും തമ്മിലുള്ള കോൺവെർസേഷൻ. 12th ക്വസ്റ്റ്യനിലെ ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഡിസ്ക്രൈബ് ദ ഫോളോവിങ് പിക്ചർ ഫ്രം ദ സ്റ്റോറി എൻജിൻ ട്രബിൾ യൂസിങ് സ്യൂട്ടബിൾ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ്. അപ്പോൾ എന്താണ്, നമുക്ക് താഴെ പിക്ചർ തന്നിട്ടുണ്ട്. എൻജിൻ ട്രബിൾ എന്ന് പറയുന്ന സ്റ്റോറിയിൽ നിന്നുള്ള ഒരു പിക്ചറാണ്. അപ്പോൾ അത് നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളോട് സ്യൂട്ടബിൾ ആയിട്ട് എൻജിൻ ട്രബിൾ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറിയിലെ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പിക്ചറാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എന്താണ് എൻജിൻ ട്രബിൾ? എ മാസീവ് ഓൾഡ് ഫാഷനഡ് റെഡ് റോഡ് എൻജിൻ സ്റ്റാൻഡ്സ് ഇൻ ദ മിഡിൽ ഓഫ് എ ഡസ്റ്റി ഇന്ത്യൻ സ്ട്രീറ്റ്. അപ്പോൾ ആകെ പൊടിപടലങ്ങളായിട്ടുള്ള ഒരു ഇന്ത്യൻ സ്ട്രീറ്റിൻ്റെ നടുക്കായിട്ട് ഒരു റെഡ് റോഡിൽ, ഓൾഡ് ഫാഷനഡ് റെഡ് റോഡാണ്, അതിലൊരു എൻജിൻ നിൽക്കുന്നുണ്ട്. എ ഹ്യൂജ് ഗ്രേ എലിഫൻറ്റ് ഈസ് ടൈഡ് വിത്ത് തിക്ക് റോപ്സ് ടു ദ ഫ്രണ്ട് ഓഫ് ദ എൻജിൻ. ആ എൻജിൻ്റെ ഫ്രണ്ടിൽ ഒരു തിക്കായിട്ടുള്ള കയറ് കൊണ്ട് ചുറ്റിയിട്ടുള്ള ഒരു എലിഫൻറ്റിനെ, ഒരു ഗ്രേ ഹ്യൂജ് എലിഫൻറ്റിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ട്രൈയിങ് ടു പുൾ ഇറ്റ്, അപ്പോൾ അതിനെ വലിക്കുന്നുണ്ടല്ലേ. അറൗണ്ട് 50 കൂളീസ് ഇൻ കളർഫുൾ ധോത്തീസ് ആൻഡ് ടർബൻസ് ആർ പുഷിങ് ആൻഡ് പുള്ളിങ് വിത്ത് ഓൾ ദെയർ മൈറ്റ്. അപ്പോൾ എന്താണ്, അറൗണ്ട് ഒരു 50 കൂളീസ്, അതായത് ഒരു കളർഫുൾ ആയിട്ടുള്ള ധോത്തീസും ടർബൻസും ഒക്കെ ഇട്ടിട്ടുള്ള അറൗണ്ട് ഒരു 50 കൂളീസ് ആ ഒരു എലിഫൻറ്റിനെ പുഷ് ചെയ്യും, പുള്ള് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് കഴിയുന്ന പോലെ അവർ ചെയ്യുന്നുണ്ട്. എ ഡ്രങ്കൺ ടെമ്പിൾ പ്രീസ്റ്റ് ഇൻ സാഫ്രോൺ ക്ലോത്ത്സ് ഈസ് ഷൗട്ടിങ് ഓർഡേഴ്സ് ഫ്രം ദ ഡ്രൈവേഴ്സ് സീറ്റ്. ഡ്രൈവറിൻ്റെ സീറ്റിൽ ഇരുന്നിട്ടുള്ളത് ആരാണ്? ഒരു ടെമ്പിളിലുള്ള ഒരു പ്രീസ്റ്റാണ്, ഡ്രങ്കൺ ടെമ്പിൾ പ്രീസ്റ്റാണ്. അദ്ദേഹം ഒരു സാഫ്രോൺ ക്ലോത്ത്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഡ്രൈവേഴ്സ് സീറ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുകയാണല്ലേ. A frightened crowd watches from a distance while a municipal lorry and a go-slow signboard add to the chaotic comical scene. ഒരു മുനിസിപ്പൽ ലോറിയുടെ അടുത്തായിട്ട് കുറച്ച് ഡിസ്റ്റൻസിൽ കുറച്ച് പേടിയുള്ള ആൾക്കാർ അവിടെ അങ്ങനെ ഒരു ക്രൗഡായിട്ട് ഇതൊക്കെ നിന്നിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അല്ലേ, നോക്കി കാണുന്നുണ്ട്. ഒരു കോമിക്കലായിട്ടുള്ള ചവോട്ടിക് സീനിലേക്ക് ആ ഒരു ഗോ സ്ലോ എന്ന് പറയുന്ന സൈൻ ബോർഡും ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു പിക്ചർ തന്നിട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് കേട്ടോ. നെക്സ്റ്റ് 13th ക്വസ്റ്റ്യനിലെ എ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇമാജിൻ ദ നറേറ്റർ ഓഫ് എൻജിൻ ട്രബിൾ ഹാഡ് എ സോഷ്യൽ മീഡിയ പേജ്. അപ്പോൾ എൻജിൻ ട്രബിൾ എന്ന് പറയുന്ന ഇതിലെ നറേറ്റർക്ക് ഒരു സോഷ്യൽ മീഡിയ പേജ് ഉണ്ടെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ആഫ്റ്റർ ദ എർത്ത് ക്യൂക്ക് സോൾവ്ഡ് ഹിസ് പ്രോബ്ലം
He decided to post about his unexpected stroke of luck and how nature came to his rescue. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം അവൻ സോഷ്യൽ മീഡിയ പേജിൽ ഒരു പോസ്റ്റ് ഇടാനായിട്ട് ഡിസൈഡ് ചെയ്യുകയാണ്. ഡ്രാഫ്റ്റ് ദ ലൈക്ലി സോഷ്യൽ മീഡിയ പോസ്റ്റ് ഡിസ്ക്രൈബിങ് ദ സ്ട്രേഞ്ച് എപ്പിസോഡ് ആൻഡ് ഹിസ് റിലീഫ്. അപ്പോൾ ആ ഒരു സ്ട്രേഞ്ച് എപ്പിസോഡും അതിൻ്റെ റിലീഫിനെയും പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സോഷ്യൽ മീഡിയാസിൽ എങ്ങനെയാണ് പോസ്റ്റ് ഇടേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. സോഷ്യൽ മീഡിയ പോസ്റ്റ്. എൻജിൻ ട്രബിൾ നറേറ്റഡ് ഓംജ് യു വോണ്ട് ബിലീവ് വാട്ട് ജസ്റ്റ് ഹാപ്പൻഡ്. അപ്പോൾ എന്താണ് ഓം എന്നുള്ള വേർഡ്സൊക്കെ നമ്മൾ ആഡ് ചെയ്യുക. അങ്ങനെയാണല്ലോ നമ്മൾ സോഷ്യൽ മീഡിയാസിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ എന്താണ് എൻജിൻ ട്രബിൾ നറേറ്റർ ആണോ, ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് നടന്നത് എന്ന് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ദ കഴ്സ്ഡ് റോഡ് എൻജിൻ ദാറ്റ് റൂയിൻഡ് മൈ ലൈഫ് ഫോർ വീക്സ്, 50 coolies, 1 mad elephant, drunken priest, destroyed wall, police case is finally gone. An earthquake came and swallowed the whole thing. താങ്ക് യു നേച്ചർ, ബെസ്റ്റ് സ്ട്രോക്ക് ഓഫ് ലക്ക് എവർ, എൻജിൻ ട്രബിൾ ഓവർ എന്ന് നമ്മൾ ഹാഷ്ടാഗ്സ് കൊടുക്കുക അല്ലേ. അപ്പോൾ നമ്മൾ പോസ്റ്റുകൾ ഇടുമ്പോൾ ഹാഷ്ടാഗ്സ് കൊടുക്കാറുണ്ട്. അതുപോലെ ഇവിടെയും ഹാഷ്ടാഗ്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ് എൻജിൻ ട്രബിൾ ഓവർ എന്നുള്ള ഹാഷ്ടാഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ താങ്ക് യു എർത്ത് ക്യൂക്ക് എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫൈനലി ഫ്രീ എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹാഷ്ടാഗ്സ് ഒക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് 13th ക്വസ്റ്റ്യനിലെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ബി ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെസൺ ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ് ഫോക്കസസ് ഓൺ മലാല യൂസഫ്സായ് ആൻഡ് ആക്ടിവിസ്റ്റ് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഒരു ഗേൾസ് എഡ്യൂക്കേഷൻ്റെ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള മലാല യൂസഫ്സായിനെ കുറിച്ചിട്ടുള്ള ഒരു ലെസൺ ആണ് ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ് എന്ന് പറയുന്നത്. യു ആർ ആസ്ക്ഡ് ടു സ്പീക്ക് അറ്റ് എ സ്കൂൾ അസംബ്ലി ഓൺ ദ ടോപ്പിക് ഫാമിലി സപ്പോർട്ട് ദ കീ ടു എ ഗേൾസ് എഡ്യൂക്കേഷൻ. അപ്പോൾ നിങ്ങളൊരു സ്കൂൾ അസംബ്ലിയിൽ ഒരു സ്പീച്ച് പറയാൻ നിങ്ങളെ വിളിക്കുകയാണ്. എന്തിനെ പറ്റിയിട്ടാണ് ടോപ്പിക്ക്? ഫാമിലി സപ്പോർട്ട് ദ കീ ടു ഗേൾസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. പ്രിപ്പയർ എ ഷോർട്ട് ഫോർമൽ സ്പീച്ച് അഡ്രസ്സിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി സപ്പോർട്ട് ഇൻ ഫോസ്റ്ററിങ് ദ അംബിഷൻസ് ഓഫ് ചിൽഡ്രൻ സ്പെസിഫിക്കലി ഗേൾസ്. അപ്പോൾ എന്തിനെ പറ്റിയിട്ടുള്ളതാണ്? ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു സ്പീച്ചാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ചെറിയ സ്പീച്ച് തയ്യാറാക്കിയാൽ മതി. കുട്ടികളുടെ അംബീഷൻസിനെ, പ്രത്യേകിച്ച് ഗേൾസിൻ്റെ അംബീഷൻസിനെ ഫോസ്റ്ററിങ് ചെയ്യാൻ എങ്ങനെയാണ് ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടുള്ള ഒരു സ്പീച്ചാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫാമിലി സപ്പോർട്ട് ദ കീ ടു എ ഗേൾസ് എഡ്യൂക്കേഷൻ എന്നൊരു ചെറിയൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ടുഡേ ഐ സ്പീക്ക് ഓൺ ഫാമിലി സപ്പോർട്ട് ദ കീ ടു എ ഗേൾസ് എഡ്യൂക്കേഷൻ. മലാലാസ് ഫാദർ ജ്യൂദിൻ യൂസഫ്സായ് founded Kushal School and always encouraged her to study and speak out even when the Taliban treated their lives. Because of his belief and protection, Malala became the youngest Nobel laureate. When parents stand by their daughters, believe in their dreams and fight for their right to education, no fear can stop a girl. Let us all promise to support every girl in our families and society so that they can change the world with their knowledge and courage. Thank you. Jai Hind. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്പീച്ച് എഴുതേണ്ടത്. നെക്സ്റ്റ് സെക്ഷൻ ഡി, ക്വസ്റ്റ്യൻ 14 to 16. റീഡ് ദ സെൻറ്റൻസസ് ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പോൾ എന്താണ് 14 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസിന് താഴെ നമുക്ക് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. 14th ക്വസ്റ്റ്യൻ, ദ ഡ്രൈവർ ഓഫ് അവർ ബസ് തോട്ട് ദിസ് വാസ് എ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ ആസ് ദ നെയിം വാസ് പോയിൻറ്റഡ് ഓൺ ദ സൈഡ്. വാട്ട് വോയിസ് ഈസ് ഹൈലൈറ്റഡ് വെർബ് ഇൻ ആൻഡ് റീറൈറ്റ് ദ സെൻറ്റൻസ് ഇൻ ദ ഓപ്പോസിറ്റ് വോയിസ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റൻസിൽ തന്നിട്ടുള്ളതിൽ ഏത് വോയിസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നും അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് വോയിസ് എഴുതിക്കൊണ്ട് ഈ ഒരു സെൻറ്റൻസ് റീറൈറ്റ് ചെയ്യാനുമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസ് ആക്റ്റീവ് വോയിസ് ആണ്. ദിസ് വാസ് തോട്ട് ടു ബി എ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ. ബ്രാക്കറ്റിൽ നമ്മൾ ബൈ ദ ഡ്രൈവർ എന്ന് എഴുതിയിട്ടുണ്ട്. ബിക്കോസ് ദ നെയിം വാസ് പോയിൻറ്റഡ് ഓൺ ദ സൈഡ്. അപ്പോൾ ഇതാണ് ഓപ്പോസിറ്റ് വോയിസിൽ നമ്മൾ എഴുതിയിട്ടുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ യൂസസ് ഓഫ് കോളൻ പഞ്ച്വേഷൻ മാർക്ക്? ഗീവ് 1 യൂസ്. ഒരു യൂസാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടു ഇൻട്രൊഡ്യൂസ് എ ലിസ്റ്റ്, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ കൊട്ടേഷൻ, അല്ലെങ്കിൽ എക്സാമ്പിൾ, ഇതിനൊക്കെ നമ്മൾ ആ ഒരു കോളൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അതിൽ ഏതെങ്കിലും ഒരു യൂസ് കൂട്ടുകാർ എഴുതിയാൽ മതി കേട്ടോ.
Next 16th question. The narrator tried to turn over the pages of the medical journal. Choose the most appropriate meaning of the phrasal verb turn over from the options below. അപ്പോൾ നമുക്ക് താഴെ കുറച്ച് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ടേൺ ഓവർ എന്ന് പറയുന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ്, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മീനിങ് വരുന്ന വേർഡ് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എ ഓപ്ഷൻ തന്നിട്ടുള്ളത് ടു റിയലൈസ് എന്നാണ്. ഓപ്ഷൻ ബി ടു ഫ്ലിപ്പ് ഓവർ, ഓപ്ഷൻ സി ടു കണ്ടിന്യൂ ആൻഡ് ഓപ്ഷൻ ഡി ടു അപ്പിയർ ഓർ അറൈവ് അൺഎക്സ്പെക്റ്റഡ്ലി. അപ്പോൾ ഇതിൽ ഏതാണ് ആ ഒരു ഫ്രേസിന് മാച്ചിങ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ടു ഫ്ലിപ്പ് ഓവർ എന്നാണ് കേട്ടോ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17 to 19. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഓർ ഫ്രേസസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. അപ്പോൾ എന്താണ് 17 to 19 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ്സോ അല്ലെങ്കിൽ ഫ്രേസസോ നമ്മളോട് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സയൻറ്റിസ്റ്റ് മസ്റ്റ് റിട്ടൈൻ എ ചൈൽഡ് ലൈക്ക് ക്യൂരിയോസിറ്റി ആൻഡ് അഡ്മിറ്റ് ദയർ. അവിടെ നമുക്ക് ബ്ലാങ്ക് തന്നിട്ടുണ്ട്. അവിടെ വരുന്നത് ഇഗ്നോറൻസ് എന്നാണ്. ദിസ് അലോൺ ക്യാൻ ഡാഷ് എന്ന് തന്നിട്ടുണ്ട്. അവിടെ മോട്ടിവേറ്റ് എന്നാണ് വരുന്നത്. ദം ടു ഡിസ്കവർ ദ ട്രൂത്ത്. ഇൻഫാക്ട് ദ കോസ്റ്റ് ഫോർ നോളജ് ഈസ് വാട്ട്. അവിടെ സി എന്ന് തന്നിട്ടുണ്ട്. ദ ജേർണി ഓഫ് സയൻസ്. അപ്പോൾ സി എന്നുള്ള സ്ഥലത്ത് ഡ്രൈവ്സ് എന്നാണ് വരിക. അപ്പോൾ എ ഇഗ്നോറൻസ്, ബി മോട്ടിവേറ്റ് ആൻഡ് സി ഡ്രൈവ്സ്. അപ്പോൾ ഇതാണ് ആൻസേഴ്സ്. അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 20. എഡിറ്റ് ദ ഫോളോവിങ് പാസേജ്, ഇറേഴ്സ് ആർ ഗിവൺ ഇൻ ബോൾഡ്. നമ്മളോട് ആ ഒരു പാസേജിൽ ഉള്ള കുറച്ച് വേർഡ്സ് എഡിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അവിടെ ഇറർ ആയിട്ടുള്ള വേർഡ്സ് ബോൾഡ് ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് എഡിറ്റഡ് പാസേജ് ഒന്ന് നോക്കാം. ആൻസർ ആയിട്ടുള്ളതാണ് ഡോക്ടർ അജിത് പരമേശ്വരൻ ഈസ് എ സയൻറ്റിസ്റ്റ് ഫ്രം കേരള. അവിടെ നമുക്ക് വേർ എന്നാണ് തന്നിട്ടുള്ളത്. അവിടെ ഈസ് ആണ് വരിക. നെക്സ്റ്റ് ഹിസ് ലവ് ഫോർ ലേണിംഗ് വാസ് നർച്ചർഡ് ബൈ ദ ബുക്സ് ഇൻ ഹിസ് ലോക്കൽ ലൈബ്രറി. മേലെ നമുക്ക് ഓഫ് എന്നാണ് തന്നിട്ടുള്ളത്. അവിടെ നമ്മൾ ഫോർ എന്നാക്കണം കേട്ടോ. ഹി സ്പോക്ക് അബൌട്ട് ഹൗ സയൻറ്റിസ്റ്റ് ക്രിയേറ്റ് നോളജ്. ഹി നൗ വർക്ക്സ് അറ്റ് ദ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ തിയററ്റിക്കൽ സയൻസസ് ഇൻ ബാംഗ്ലൂർ. അറ്റ് ബാംഗ്ലൂർ എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അറ്റല്ല, ഇന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇറേഴ്സ് എല്ലാം കറക്റ്റ് ചെയ്യേണ്ടത്. നമുക്കൊരു പാസേജ് തന്നിട്ട് അതിലുള്ള ഇറേഴ്സ് കറക്റ്റ് ചെയ്യാൻ പറയുമ്പോൾ കൂട്ടുകാർ പാസേജ് നന്നായി വായിക്കണം. അതുപോലെ അതിലെ മിസ്റ്റേക്സ് നന്നായി നോക്കിയിട്ട് അത് തിരുത്തുകയും വേണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 1 മുതൽ 20 വരെയുള്ള മുഴുവൻ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ഇംഗ്ലീഷ് എക്സാം നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.